ഇതെന്താ എല്ലാവരും കൂടെ പുറത്തിറങ്ങിയിരിക്കുന്നത്? എന്തു പറ്റി അച്ഛാ? കുറെ നേരമായില്ലേ മുറിയിൽ തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ പിന്നെ പുറത്തേക്കൊക്കെ ഒന്ന് അത് പിന്നെ മോനെ, ഞങ്ങൾ അവിടുന്ന് പോരുമ്പോഴേ അയൽവക്കത്തൊരു വീട്ടിൽ പറഞ്ഞിരുന്നു. ഇപ്പതേ അവിടുന്ന് ആ പെണ്ണ് വിളിച്ചു പറയാ ആരോ 2-3 പേര് അവിടെ കുറെ നേരം നിന്നിട്ട് പോയെന്ന്. അപ്പൊ പിന്നെ ഒന്നുപോയി അന്വേഷിക്കാതിരുന്നാ അത് ശരിയാവില്ലല്ലോ. മുത്തശ്ശി പറഞ്ഞ കള്ളം ശരിയായെന്ന് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ? നന്ദിനി, എന്താ കാര്യം? ഒന്നുമില്ല സർ, അവര് പോണെന്ന് പറഞ്ഞു. ഒരുപാട് നിർബന്ധിച്ചപ്പോ ഞാൻ സമ്മതിച്ചു. ഞാൻ ഇവിടുന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വരുന്നത് വരെ ഇവരിവിടെ ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞതാണ്. അത് കാര്യമാക്കാതെ ഇവരിവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തോ നടന്നിട്ടുണ്ട്. അല്ലേ അച്ഛാ? ഇല്ല സാറേ, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിച്ചു, നീ വാ. ദേ, ഇവരൊന്നും പറയുന്ന പോലെ മോളെ ഏട്ടനോട് കള്ളം പറയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് മോളെ അവരുടെ മുഖത്തേക്ക് നോക്കണ്ട. നീ പഠിക്കുന്ന കുട്ടിയാ. ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സ്ട്രെയിറ്റ് ആയിട്ട് മറുപടി പറയാൻ പഠിക്കണം. പറ മോളെ. അത് കാർത്തിക ചേച്ചി അടുക്കളയിൽ പോയപ്പോ അധികാരം കാണിക്കാൻ വേണ്ടി കേറിയതൊന്നും അല്ല ചേട്ടാ. പക്ഷെ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോ നല്ല വിഷമായി. നീ എന്തായി പറയുന്നത്? ഇനി സാറ് പോയി പ്രശ്നം ഉണ്ടാക്കില്ലേ? സാറേ, ഞങ്ങളെ കരുതി ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് പറഞ്ഞു തന്നെയാ ഇവരിറങ്ങാൻ പോകുന്നത് സർ. ഓക്കെ, ഞാനേ ഇപ്പൊ അവരോട് ഇതൊന്നും ചോദിക്കുന്നില്ല. ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഇവിടുന്ന് പോകാൻ പാടില്ല. ഈ വിഷു നമ്മൾ ഒന്നിച്ച് ആഘോഷിച്ചിട്ട് ഞാൻ നിങ്ങളെ വിടും. വേണ്ട ഏട്ടാ, അത് നടക്കില്ല. കാർത്തു, ഞാൻ ഈ സാധാരണ പെൺകുട്ടികളുടെ കൂട്ടത്തിലല്ല നിന്നെ കൂട്ടിയിരിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് പ്രതികരിക്കാനുള്ള ചങ്കൂറ്റം നിനക്കുണ്ട്. നന്നായിട്ട് പറയാനും അറിയാം. ഇടി, നിങ്ങൾ എവിടെ ഇരുത്തിയിട്ട് ഏട്ടൻ എവിടെ പോയതാണെന്നറിയോ? നിങ്ങൾക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാ. ഏട്ടന് നിങ്ങൾക്ക് തരാനുള്ള വിഷുക്കോടി. ഓ, പറഞ്ഞു കാണും ഞാൻ നിങ്ങളോട് കാണിക്കുന്നത് യഥാർത്ഥ സ്നേഹമല്ലെന്ന്. അവരെ വെറുപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന് അല്ലേ? പക്ഷേ ദാ, എന്റെ ഈ 2 അനിയത്തിമാരുടെയും നെറുകയിൽ കൈവച്ച് ഞാൻ പറയാം, ഞാൻ നിങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് ഒരു കള്ളവുമില്ല. നന്ദിനിയുടെ കുടുംബം എന്റെ സ്വന്തം കുടുംബം തന്നെയാ. നിങ്ങൾക്ക് ഈ ഏട്ടനുണ്ടാവും മക്കളെ, എത്ര കാലം കഴിഞ്ഞാലും. മോന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. എന്നാലും ഞങ്ങളെ പോവാൻ അനുവദിക്കണം സാറേ. നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോ ഈ വിഷു നമ്മൾ ഒന്നിച്ച് ആഘോഷിക്കുന്ന ഞാൻ തീരുമാനിച്ചത്. ഓക്കെ,
ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇറങ്ങാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങൾക്ക് പുറകെ ഞാനും ഇറങ്ങും. എങ്ങോട്ട്? ഇവരോടൊപ്പം ആഘോഷിക്കണമെന്ന് ആഗ്രഹിച്ച് വിഷു നടക്കത്തില്ല. അപ്പൊ പിന്നെ അങ്ങനെ ഒരു വിഷു വേണ്ടെങ്കിലോ? അച്ഛാ, ഞാൻ പറയുന്നത് ഉറപ്പാ. നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും ഞാനിവിടെ ഉണ്ടാവില്ല. അതൊരു പക്ഷേ സ്ഥിരമായിട്ടൊരു പോക്ക് തന്നെയായിരിക്കും. വെറുതെ ആവശ്യമില്ലാത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ സർ. സാർ എങ്ങും പോകാൻ ഞാൻ സമ്മതിക്കില്ലേ. മോനെ, നന്ദിനിക്ക് മോനെ വിട്ടുവരാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഇനിയിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ? ഇറങ്ങിയതുപോലെ തിരിച്ചങ്ങോട്ട് കയറുക. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഒരു സ്ഥലത്തേക്കും പോവില്ല. നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എന്നോടൊപ്പം നിന്നാ മതി. എന്താടി പിള്ളേരെ, നിങ്ങളെ ധൈര്യത്തോടെ ഓക്കെ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും സമ്മതിക്കും.